ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു വരുന്നുണ്ടോ? 2025 തുടങ്ങുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഈ ചർച്ച ഒരുപാട് നടന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കാര്യം കൂടിയുണ്ട്. തുർക്കി ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? തുർക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരുപാട് രാജ്യങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകിൽ പൂർണ്ണമായി കയ്യിലെടുത്തോ അല്ലെങ്കിൽ പകുതി സ്വാധീനം ചെലുത്തിയോ ഇതെല്ലാം അവർ വളരെ നിശബ്ദമായി ചെയ്തു, അമേരിക്കയുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട്. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ മുതൽ അവർ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പഴയ ശക്തി തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയപ്പെടുന്നു. മുസ്തഫ കമാൽ അത്താതുർക്ക് ഉണ്ടാക്കിയ ആധുനിക തുർക്കിയെ മാറ്റി ഒരു പുതിയ ശക്തി കെട്ടിപ്പടുക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അതിനവർ അമേരിക്കയുടെ രീതിക്ക് എതിരായി നീങ്ങുന്നു. അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നത് IMF പോലെയുള്ള സാമ്പത്തിക സംവിധാനങ്ങളും 70-ലധികം രാജ്യങ്ങളിലെ 800 സൈനിക താവളങ്ങളും ഉപയോഗിച്ചാണ്. പക്ഷേ തുർക്കി അതിന് നേർ വിപരീതമായി സൈന്യവും രാഷ്ട്രീയവും സോഫ്റ്റ് പവറും ഉപയോഗിച്ച് അമേരിക്കയുടെ സ്വാധീനത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് അസർബൈജാൻ, സൊമാലിയ, ലിബിയ, സിറിയ ഈ രാജ്യങ്ങളിൽ തുർക്കി നേരിട്ട് സൈന്യമിറക്കി. അസർബൈജാനിൽ 2020 അർമേനിയയുമായുള്ള യുദ്ധത്തിൽ തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ ജയിച്ചു. ഇപ്പോൾ അസർബൈജാൻ തുർക്കിയെ ആശ്രയിക്കുന്നു. അമേരിക്കയുടെ സ്വാധീനം അവിടെ കുറഞ്ഞു. സൊമാലിയയിൽ തുർക്കി സൈന്യമിറക്കി ഇത്യോപ്യയെ പിന്തിരിപ്പിച്ചു. അവിടുത്തെ കടൽപ്പുറം തൻ്റെ കൈകളിലാക്കി. അമേരിക്കയ്ക്ക് അവിടെ പിടികിട്ടുന്നതിന് മുമ്പ് തുർക്കി കയറി നിന്നു. ലിബിയയിൽ ഗദ്ദാഫി പോയ ശേഷം തുർക്കി ഒരു ഭാഗത്തെ ഡ്രോണുകൾ ഉപയോഗിച്ച് ജയിപ്പിച്ചു. ഇപ്പോൾ ലിബിയയുടെ പുനർനിർമ്മാണം തുർക്കി കമ്പനികൾക്കാണ് കിട്ടുന്നത്. അമേരിക്കയ്ക്ക് അവിടെ കാര്യമായ സ്വാധീനമില്ല. സിറിയയിലും ഇതുപോലെ തുർക്കി പിന്തുണച്ച സംഘങ്ങൾ ഇപ്പോൾ അവിടെ ഭരണം തീരുമാനിക്കുന്നു. അമേരിക്കയുടെ പ്ലാനുകൾക്കെതിരായി തുർക്കി അവിടെ ശക്തി കാണിക്കുന്നു. നോർത്തേൺ സ്ട്രൈസ്, ഇറാഖ്, ഖത്തർ ഈ രാജ്യങ്ങളിലും തുർക്കിക്ക് സൈനിക താവളങ്ങളുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് എതിരായി തുർക്കി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. എന്താണ് തുർക്കിയുടെ ഉദ്ദേശം? അവർ അമേരിക്കയുടെ ലോക നിയന്ത്രണത്തിനെതിരെ ഒരു പുതിയ ശക്തി ഉയർത്താൻ ശ്രമിക്കുന്നു. ഒട്ടോമൻ പൈതൃകം ഉപയോഗിച്ച് മുസ്ലിം ലോകത്ത് സ്വാധീനം വർദ്ധിപ്പിച്ച് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് എർദോഗാൻ. അവൻ്റെ എതിരാളികൾ പറയുന്നത് ഇത് ഒട്ടോമൻ സാമ്രാജ്യത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, തുർക്കി ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായ ഒരു വലിയ കളി കളിക്കുകയാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാ വിഭാഗത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.